Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലിവർ ഫ്രൈ ആണ്. കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബീഫിൻ്റെ ലിവർ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചിക്കൻ ആയാലും മട്ടൻ ആയാലും ഒക്കെ ഈ രീതി ചെയ്യാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള കറികളെല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്, എന്നാലേ ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരണം. 1 കിലോ ലിവറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളക് കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പേസ്റ്റ് വേണേലും ചേർക്കാവുന്നതാണ്. ഇത് ഇഞ്ചി ആണെങ്കിൽ ചതച്ച് വരുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് അളവിൽ ചേർക്കണേ. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 7 വലിയ വെളുത്തുള്ളിയാണ് ഈ ചതച്ചെടുത്തിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണം എടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. വെറുതെ അരിഞ്ഞിടുന്നതിലും നല്ലത് ഇതുപോലൊന്ന് ചതച്ച് ചേർക്കുന്നതാണ്. ഇപ്പം ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വാടട്ടെ. വാടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് സവോളയൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുക. സവോളയൊന്നും ഒരുപാട് ചേർക്കരുത്. ഇപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് ആണെങ്കിൽ ചതച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 കുരുമുളക് ഈ സമയത്ത് ഇതിലേക്ക് ചതച്ചിടാം. ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല, പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം പിള്ളേരും കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കുരുമുളകായിട്ടുള്ളത് കടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കരച്ചിലും ബഹളമൊക്കെ ആവും. അതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 കുരുമുളകിൻ്റെ മണി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട്, പൊടിച്ചിട്ടല്ല ചതച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് സവോള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണേ, എന്നാലേ ഇതിനൊക്കെ നല്ല രുചി കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ സവോള നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണേ പൊടികൾ ഇടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 കിലോ ലിവറിൻ്റെ വേണ്ട പൊടികളാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇപ്പം നിങ്ങൾ 1/2 കിലോ എടുക്കുന്നെങ്കിൽ ഈ പൊടിയുടെയൊക്കെ പകുതി മതിയേ. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്തില്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു മുളക് പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് അങ്ങനെ തോന്നും. എന്താ പറയുന്നത്, പച്ച ടേസ്റ്റ് തോന്നും ഈ മുളക് പൊടിയുടെയൊക്കെ. അത് ഈ പൊടി നന്നായിട്ട് വഴറ്റിയെടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും പൊടി നന്നായിട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലിവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ലിവർ വിനാഗിരിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇനി ലിവർ ഇട്ട് കൊടുക്കാം. ലിവർ മുറിച്ചെടുക്കുമ്പോൾ ഇച്ചിരി വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണേ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ തീരെ ചെറിയ പീസായിട്ട് തോന്നും. കാണാനും ഒക്കെ ഭംഗി ഇച്ചിരി വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്രൈ വിറകടുപ്പിലൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉരുളിയിലാണെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പം നമുക്കിവിടെ അതിനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്ക് ചെയ്യുന്നത്.
അപ്പം നാട്ടിലൊക്കെ ഉള്ളവർ, അതിനൊക്കെ സാഹചര്യമുള്ളവർ വിറകടുപ്പിൽ ഉരുളിയൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഇനിയാണ് ഇതിലേക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ബീഫായാലും ലിവർ ആയാലും ഇതുപോലെ കുരുമുളക് ഇട്ടൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി പെരിഞ്ജീരകം കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുവാണേ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗരം മസാല അതനുസരിച്ച് കുറച്ചാണ് ചേർത്തേക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുള്ളൂ. ഈ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പൂടെ ഇട്ടേക്കാവേ. നമ്മൾ സവോളയിൽ ഉപ്പിട്ടെങ്കിലും ഇച്ചിരി കൂടെ വേണ്ടി വരും. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് അടച്ചു വെക്കാൻ പോവാണ്. ഈ ലിവറിൽ കുറച്ച് വെള്ളമുണ്ട്, അത് ഇറങ്ങും. പക്ഷെ ആ വെള്ളം പോരാ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ചെറിയ സ്റ്റീൽ ഗ്ലാസ്, അതിന് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിവിടെ വാഴയിലയാണ് അടച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വാഴയിലയിലൊക്കെ അടച്ച് വെച്ച് വേവിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ വീട്ടിലെ വിറകടുപ്പിൽ ഉരുളിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ വാഴയിലയൊക്കെ മൂടി വെച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ആ ഒരു വാഴയിലയുടെ ആ ഒരു മണവും എല്ലാം കൂടെ വന്നിട്ട് ഒരു അടിപൊളി നാടൻ ടേസ്റ്റ് നമുക്ക് ഇത് കിട്ടും. പിന്നെ ഈ ലിവർ ഇട്ട് ഒരുപാട് അങ്ങ് വേവിച്ച് കളയരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും. ഒരു 15 മിനിറ്റ് കൊണ്ട് ലിവർ വെന്ത് വരും. ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം. അടിക്ക് പിടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കണം. ലിവർ വെന്ത് വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ലിവറിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ടിട്ട് വീണ്ടും അടച്ചു വെക്കാവേ. ഇപ്പം ഈ വാഴയിലെല്ലാം ഈ ചൂടിങ്ങനെ അടിച്ചിട്ട് നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെന്ത് വരുന്നുണ്ട്, ആയിട്ടില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 വിസിലൊക്കെ കൊടുത്താൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തോന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ കൊടുത്തതാണ്. വാഴയിലെല്ലാം നന്നായിട്ട് വാടി നല്ല അടിപൊളി സ്മെല്ലാണ്. ഇപ്പം എന്തേ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണ്ട. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ മസാലയൊക്കെ ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഞാനിത് വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നില്ല. ഈ പാത്രത്തിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇപ്പം ഇതിൻ്റെ അകത്ത് എണ്ണ ആവശ്യമില്ല. ഇച്ചിരി കഴിയുമ്പോൾ എണ്ണ വേണമെന്ന് തോന്നിയാൽ 1 സ്പൂൺ വീതം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ പോലെ ആക്കിയെടുക്കണം. നന്നായിട്ട് കറുപ്പിച്ചെടുക്കണേ. ഇത് ഫ്രൈ ആവാൻ തുടങ്ങിയാൽ പിന്നെ പുറത്തേക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് തെറിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം, മുഖത്തേക്കൊന്നും വീഴാതെ സൂക്ഷിച്ച് വേണം. ഭിത്തിയിലും ഒക്കെ നന്നായിട്ട് ഇതിങ്ങനെ തെറിച്ച് വീഴും. അടിക്കൊന്നും പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. പിന്നെ ഈ ലിവർ ഇട്ട് ഇളക്കി ആകെ അങ്ങ് കുഴഞ്ഞൊന്നും പോവല്ലേ, ലിവർ പൊടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലോട്ടൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പരുവത്തിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ നന്നായിട്ട് ആ മസാല എല്ലാം പിടിച്ചിരിപ്പുണ്ട്. ഭയങ്കര സ്മെല്ലാണ്. ഈ നാടൻ കറിയുടെയൊക്കെ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ആ വാഴയിലയും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. നല്ല അടിപൊളി സ്മെല്ലാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനാണേലും ഇത് നല്ല രുചിയാണ്. ഇനി ഇച്ചിരി പൊറോട്ടയോ ചൂട് ചോറോ പാലപ്പോ എന്തായാലും സൂപ്പറാണ്. ഇനി ഇത് ഡ്രൈ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണ വേണമെന്ന് തോന്നിയാൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവേ. അപ്പം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ. ഇപ്പം ഇത് വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്.
കുറച്ചുകൂടെ ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചുകൂടെ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ മതിയെന്ന് വെക്കുവാണ്. കുരുമുളക് ഒരു ലേശം കൂടെ വേണം. അപ്പോൾ ഈ ലാസ്റ്റിൽ ഇങ്ങനെ കുരുമുളക് ചേർത്ത് കൊടുത്താലാണ് നല്ല ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുക്കൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് കുറച്ചേക്കുവാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ആ പെരിഞ്ജീരകമൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് വരുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിന് വേണ്ടി ഒന്നും ചേർക്കുന്നതല്ല, ഇതൊരു ഭംഗിക്ക് വേണ്ടിയും പിന്നെ ഈ ഓരോ കഷ്ണം ലിവർ കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ പച്ചമുളക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല രുചിയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് വെറുതെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ഇടാൻ നോക്കണേ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം അടിപൊളി ലിവർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണേ. എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. വാഴയില വെച്ച് തന്നെ അടയ്ക്കുവാണ്. എന്നിട്ട് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ വെച്ചേക്കണം. ആ പെരുംജീരകത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് ആ ഒരു നല്ല സ്മെല്ലെല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പിടിച്ചു വരും ഈ 10 മിനിറ്റ് കൊണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഇത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നല്ല കറുപ്പിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉരുളിയിലും വിറകടുപ്പിലും ഒക്കെ ചെയ്യാൻ നോക്കുക. ഇതുപോലെ വാഴയില വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ നോക്കുക. എന്തായാലും സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്